നമസ്കാരം. CPM-ൽ ഏറ്റവും സ്വാധീനശക്തിയുള്ള നേതാക്കളിൽ ഒരാളായിരുന്ന സുധാകരൻ CPM വിടുകയും ആലപ്പുഴയിൽ UDF സ്വതന്ത്രനായി മത്സരിച്ച് MLA ആയതും CPM-ന് വലിയ തിരിച്ചടിയാണ്. സുധാകരന്റെ പാത പിന്തുടർന്നാണ് മറ്റൊരു പാർട്ടി കോട്ടയായ കണ്ണൂരിൽ നിന്നും രണ്ടുപേർ TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും CPM വിട്ട ശേഷം ഇതേ രീതിയിൽ MLA-മാരായത്. ഇതെല്ലാം CPM-നുണ്ടാക്കിയ രാഷ്ട്രീയ തിരിച്ചടികൾ ചെറുതല്ല. സുധാകരൻ അടക്കമുള്ള ഇവരൊക്കെ തന്നെ CPM-നെ ശത്രുക്കളായി കണ്ട് പുതിയ പോർമുഖം തുറക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷേ സുധാകരൻ പ്രശ്നമാണ് കൂടുതൽ വഷളായത്. സുധാകരനും ആലപ്പുഴയിലെ CPM ജില്ലാ നേതൃത്വവും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. സുധാകരനെ പരമാവധി പ്രകോപിപ്പിക്കാനാണ് CPM ശ്രമം. കൈരളി റിപ്പോർട്ടർ അടക്കമുള്ളവരെ സുധാകരൻ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. CPM സുധാകരനെ ലക്ഷ്യം വെച്ചു കഴിഞ്ഞുവെന്ന് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ തെളിയിക്കുകയാണ്. സുധാകരനും സഖാക്കളും തമ്മിൽ കയ്യാങ്കളിയിലേക്ക് വരെ കാര്യമെത്തുകയും ചെയ്തിട്ടുണ്ട്. ആലപ്പുഴയിലെ സുധാകരന്റെ MLA ഓഫീസിലേക്ക് കഴിഞ്ഞ ദിവസം CPM മാർച്ച് നടത്തി. സുധാകരൻ CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ വർഗശത്രുവാണ്. വർഗശത്രുക്കളെ നേരിടാൻ CPM-ന് അതിൻ്റെതായ രീതിയുണ്ട്. അങ്ങനെയാണ് പാർട്ടി TP ചന്ദ്രശേഖരനെ നേരിട്ടത്. 51 വെട്ടിവെട്ടിയിട്ടാണ് CPM കൊട്ടേഷൻ സംഘം TPയെ തീർത്തത്. TPയെ ചിത്രീകരിച്ച പോലെ കുലംകുത്തിയെന്നും വർഗവഞ്ചകനെന്നും പറഞ്ഞാണ് സുധാകരനെയും CPM നേരിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുധാകരൻ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നത്. ഒരു MLA പരിരക്ഷയൊന്നും സുധാകരനെ രക്ഷിക്കാൻ പര്യാപ്തമായെന്നും വരില്ല. TPയെ തേടിയെത്തിയ ആ ഇന്നോവ സുധാകരനെയും തേടിയെത്തില്ല എന്ന് നിലവിലെ സാഹചര്യത്തിൽ ഉറപ്പു പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. സുധാകരൻ സമീപനം മാറ്റിയില്ലെങ്കിൽ വലിയ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നാണ് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി നാസർ പറഞ്ഞത്. സുധാകരൻ വർഗവഞ്ചകനാണെന്നും ഈ സമീപനം തുടർന്നാൽ CPM കൈകാര്യം ചെയ്യുമെന്ന് തന്നെയാണ് നാസർ വ്യക്തമാക്കിയത്. പാർട്ടിയെ പിന്തുടർന്ന് ആക്രമിച്ചാൽ പ്രവർത്തകർ പ്രതികരിക്കും. ഇത് ഭീഷണിയല്ല, അങ്ങനെ സംഭവിക്കും. സുധാകരനാണ് ജാഗ്രത പുലർത്തേണ്ടതെന്നും നാസർ പറഞ്ഞു. ഇത് വലിയ ഭീഷണിയാണ്. TPക്ക് നേരെ ഉയർത്തിയ അതേ ഭീഷണി തന്നെയാണ് CPM സുധാകരന് നേരെയും ഉയർത്തുന്നത്. TPയെ CPM ഉന്മൂലനം ചെയ്യുക തന്നെ ചെയ്തു. പക്ഷേ RMP വടകരയിൽ ഇന്നൊരു രാഷ്ട്രീയ ശക്തിയാണ്. TPയുടെ ഭാര്യയായ രമ വടകര UDF MLA-യുമാണ്. RMPയെ വളർത്താൻ പക്ഷേ TPക്ക് സ്വന്തം ജീവിതം തന്നെ ബലി കൊടുക്കേണ്ടിയും വന്നു. സുധാകരന്റെ കാര്യം വ്യത്യസ്തമാണ്. സുധാകരൻ ഒരു ഒറ്റയാൾ പോരാട്ടമാണ് നടത്തുന്നത്. സുധാകരനെ കൈകാര്യം ചെയ്യാൻ CPM-ന് വലിയ പ്രയാസവുമില്ലാത്ത അവസ്ഥയുമാണ്. എന്തായാലും സുധാകരൻ ശ്രദ്ധിച്ചില്ലെങ്കിൽ അദ്ദേഹം തെരുവിൽ അക്രമത്തിന് ഇരയായേക്കും. ആ ഭീഷണി CPM ജില്ലാ സെക്രട്ടറി തന്നെ ഉയർത്തിയിട്ടും കഴിഞ്ഞു. സുധാകരൻ ശ്രമിച്ചില്ലെങ്കിൽ TPയുടെ ഗതി തന്നെയായും അദ്ദേഹത്തിന് വരാൻ പോകുന്നത്. ആ സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നതും.